വേണുഗോപാൽ പണിക്കർ മാഷൻ്റെ PhD ഗൈഡായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയായ ഭാഷാശാസ്ത്രത്തിൽ ക്ലാസ്സിലിരുന്ന ഒരാളല്ല ഞാൻ. അത് PG ക്ലാസ്സിലാണ് അദ്ദേഹം പഠിപ്പിച്ചത്. MPhil കഴിഞ്ഞിട്ട് ആ ഘട്ടത്തിൽ എനിക്ക് UGC JRF കിട്ടിയപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി റിസർച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണുഗോപാൽ പണിക്കരുടെ കൂടെ ആയിരിക്കും എന്നുള്ള ധാരണയിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ അദ്ദേഹത്തെ ഒരു ദിവസം മുഴുവൻ സംസാരിച്ചു. തുടക്കത്തിൽ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഗൈഡായിരിക്കാൻ പൊതുവെ വളരെ മടിയുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. എന്നെ മുഴുവൻ നിരാകരിച്ചു വൈകുന്നേരം വരെ. ഞാൻ ഒരു കാര്യം പറഞ്ഞു, മാഷ് എടുക്കുന്നില്ലെങ്കിൽ ഞാൻ കേരള സർവകലാശാലയിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. ആ പറച്ചിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ സർവകലാശാലയിൽ ഇരുന്നത്. ഞാനത് തന്നെ തീരുമാനം. ഞാൻ ഈ ഇഷ്ടാനിഷ്ടങ്ങളിൽ കുറച്ച് കടുംപിടുത്തുള്ള ഒരാളായതുകൊണ്ട് മാഷിനെ ഗൈഡ് ചെയ്യുന്നുള്ളത് അല്ലെങ്കിൽ അത് എൻ്റെ വിഷയം ഈ പറഞ്ഞ ലക്കാൻ അത് മാഷിൻ്റെ വിഷയമേ അല്ല. ആശാനും മാഷുടെ ഒരു വിഷയമായിട്ട് എനിക്ക് അന്ന് തോന്നിയിട്ടില്ല. ഇപ്പോൾ പറയുമ്പോഴാണ് അത് മനസ്സിലാവുന്നത്. പക്ഷെ രണ്ട് കാര്യങ്ങളാണ് എന്നെ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. എല്ലാവരും പറയുന്ന പോലുള്ള വളരെ ലിബറലായ ഒരു വ്യക്തിത്വം. എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം, ഒരു മലയാളം ഭാഷ വിശേഷിച്ചും എല്ലാ വിഷയങ്ങളിലും പ്രാഥമിക ധാരണ വേണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുള്ള ഒരാളാണ് വേണുഗോപാൽ പണിക്കർ എന്നുള്ളത് MPhil ക്ലാസ്സിൽ നിന്ന് എനിക്കറിയാം. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു സർവ്വതല സ്പർശി, കാരണം ഭാഷ നമ്മുടെ മലയാളം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ എല്ലാ ഭാഗത്തും എല്ലാ തലങ്ങളിലും പ്രവർത്തിക്കുന്ന ഒന്നായതുകൊണ്ട് മറ്റു വിഷയങ്ങൾ പോലെയല്ല, എല്ലാ വിഷയങ്ങളെ പറ്റിയും പ്രാഥമിക ധാരണ വേണം. അത് മാഷക്കുണ്ട്. രണ്ടാമത്തത്, ഒരു സാഹിത്യ അധ്യാപകൻ എന്നുള്ള നിലക്ക് വേണ്ടത് ആത്മനിരാകരണ ശേഷിയാണെന്ന് എൻ്റെ അഭിപ്രായം. താനല്ലാത്ത ഒന്നിനോട് ഐക്യപ്പെടാനുള്ള ശേഷി. ഈ രണ്ട്, അത് മറ്റ് സയൻസിന് വേണമെന്നില്ല. സയൻസിന് പക്ഷേ ഒരു ചിലപ്പോൾ ഗുണകരമാവണമെന്ന് പോലുമില്ല. ഈ രണ്ട് കാര്യങ്ങളും മാഷിലേക്ക് എന്നെ ആകർഷിച്ച ഘടകമാണ്. മറ്റു നിലക്കുള്ള ഒരു ഗൈഡ്ഷിപ്പ് എന്ന് പറയുന്ന മട്ടിലുള്ള, ഞാൻ ഇവിടുത്തെ എൻ്റെ ജീവിതം നോക്കിയാൽ ഞാനത് കൊടുത്തു പോകാൻ യാതൊരു സാധ്യതയില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ 4.5 കൊല്ലം കഴിഞ്ഞ് ഒരു 6 മാസം ഞാൻ ഇവിടുത്തെ എല്ലാ പൊതുജീവിതവും ഉപേക്ഷിച്ച് വീട്ടിലിരുന്ന് 6 മാസം കൊണ്ട് കൃത്യമായ 5ാമത്തെ കൊല്ലം എല്ലാവരും അത്ഭുതപ്പെടുത്തിയിട്ട് തീസ് വെച്ചൊരാളാണ്. അപ്പോൾ അത് മാഷുടെ ഈ ഒരു സാന്നിധ്യം അതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികളെ മുമ്പിൽ നടത്തുകയും അധ്യാപകൻ പിന്നിൽ നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരു അധ്യാപനത്തിന് ഏറ്റവും വേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. അത് വേണുഗോപാൽ മാഷക്കുണ്ടായിരുന്നു. സാധാരണ ഇത് തിരിച്ചാണല്ലോ, അധ്യാപകർ മുമ്പിൽ നടക്കുകയും വിദ്യാർത്ഥികൾ പിന്നിൽ നടക്കുകയും ചെയ്യുന്നതിന് പകരം വിദ്യാർത്ഥികളെ മുമ്പിൽ നടത്തുക. അധ്യാപകൻ്റെ ഈ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞ എലിയറ്റ് പറയുന്ന പോലെ അവിടെ ഉള്ളതായി തോന്നരുത്. അതാണ് ഗൈഡ്ഷിപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അയാൾ ഉണ്ടാകരുത്, പക്ഷേ അയാൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് തീസിസ് സബ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ള യുക്തിയാണ്. ഞാനത് പാലിക്കാൻ ശ്രമിച്ചത്. മാഷിൽ നേരിട്ട് പഠിച്ചു എന്ന അർത്ഥത്തിലല്ല, ആ സംസ്കാരം നമ്മളിലൊക്കെ, അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥികളിലൊക്കെ ആ ഒരു സംസ്കാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരാൾ എന്തെഴുതി അല്ലെങ്കിൽ പുസ്തകം, അതൊന്നും അതിനേക്കാളൊക്കെ ആത്യന്തിക വിശകലനത്തിൽ അയാളിൽ അല്ലെങ്കിൽ അയാൾ നമ്മളിൽ ഉണ്ടാക്കുന്ന സാന്നിധ്യമാണ്. ആ സാന്നിധ്യം എന്നിൽ അവശേഷിപ്പിച്ച ഒരു 3-4 അധ്യാപകരിൽ, ഞാൻ സ്കൂൾ മുതലാണ് പറയുന്നത്, വേണുമാഷാണ്. അവസാനം ഞാൻ പറയാൻ സമയം അതിനെ അനുവദിക്കുന്നില്ല. അവസാനം മാഷെന്നെ മരിക്കുന്നതിൻ്റെ ഒരു 2 ആഴ്ച മുമ്പ് എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു, ഈ ലെക്സിക്കൻ എന്ന് പറയുന്ന സാധനം ഒരുപാട് കാലമായി ഇട്ടിട്ടിങ്ങനെ ഇവരിങ്ങനെ നശിപ്പിക്കുന്നു, ഒരു കാര്യം ചെയ്യണം. മലയാള ഐക്യവേദി എന്നുള്ള ആൾക്കാർ എന്നോട് പറഞ്ഞത്, അതിൽ പോയി ഇടപെടുകയും അത് എന്തുകൊണ്ട് ഇത്രയും വൈകുന്നു എന്ന് അന്വേഷിക്കുകയും വേണമെന്ന് പറഞ്ഞു. ഞാൻ മാഷോട് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ മാഷൊരു കാര്യം ചെയ്യുമോ, ആദ്യം ഒരു വിവരാവകാശ രേഖ കൊടുക്കാം, ഒരു കത്ത് കൊടുക്കാം, അതിലെന്തൊക്കെ പോയിൻറ്റുകളാണ് വേണ്ടതെന്നുള്ളത് മാഷൊന്ന് എനിക്ക് അയച്ചു തരുമെന്ന് പറഞ്ഞു. മാഷ് 6 പോയിൻറ്റുകൾ വാട്സപ്പ് ചെയ്ത് തന്നു. 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മാഷുടെ ഫോണിൽ നിന്ന്, ഞാൻ വിചാരിച്ചത് സത്യം പറഞ്ഞാൽ അതിനെപ്പറ്റി അന്വേഷിക്കാനാണ് മാഷ് വിളിച്ചതെന്നാണ്. ആ വിളി എല്ലാവർക്കും വന്നിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. വളരെ ഡിസപ്റ്റീവായിരുന്നു മാഷുടെ ശാരീരികാവസ്ഥ. ഏറ്റവും ആരോഗ്യത്തിൽ, നമ്മളെയൊക്കെ ചതിക്കുന്ന മട്ടിലുള്ള പൂർണ്ണ ആരോഗ്യം തോന്നിക്കുന്ന ഒരു ശരീരമായിരുന്നു മാഷുടേത്. അതുകൊണ്ട് കാണുന്നത് ശരീരത്തിൻ്റെ ഈ പ്രത്യക്ഷ കാഴ്ചകൾക്കപ്പുറത്ത് നമ്മളെ വിട്ടുപോയി എന്നുള്ളത് പറയേണ്ട ആവശ്യമില്ല. അത് ആ നിലയിൽ മാഷ് ഒരു പക്ഷേ ഇനിയും വളരുന്ന പറഞ്ഞ് പുതിയ മേഖലകളിലേക്ക് കൂടുതൽ ഇടപെടാൻ സാധ്യതയുള്ളൊരു ഘട്ടത്തിലാണ് അദ്ദേഹം പോയെന്നാണ് എനിക്കൊരു തോന്നൽ. മാത്രമല്ല, അന്ന് ഞാനും ഗിരീഷൊക്കെയുള്ള അവസാനത്തെ ആ സെമിനാറിൽ
ഞാൻ ആരോടെയും കൂടെ ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ പൊതുവെ എല്ലാവർക്കും അറിയാലോ. പക്ഷെ അന്ന് ഞാൻ പറഞ്ഞു വേണുഗോപാൽ മാഷും ഞാനും തമ്മിൽ ഒരു ഫോട്ടോ ഇല്ല എന്ന് പറഞ്ഞ് ആ ഫോട്ടോഗ്രാഫറെ കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് ഫോട്ടോ എടുത്തു. ഗിരീഷ് ഒപ്പം ഇരുന്ന് ഫോട്ടോ എടുത്തു, മാധവൻ മാഷ് ഇരുന്ന് ഫോട്ടോ എടുത്തു. അവിടെ യാദൃശ്ചികമായിരുന്നു അത്. കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് മാഷിൻ്റെ ഈ അന്ത്യം. ഞാൻ ഗിരീഷിനോട് കഴിഞ്ഞ് വിളിച്ചു പറഞ്ഞു, മാഷയുടെ ഒരു തുടർച്ച സൂക്ഷിക്കൊണ്ട ഒരാൾ ഗിരീഷാണ്, മാഷെ പറ്റിയൊരു പുസ്തകം എഴുതേണ്ട ആൾ ഗിരീഷാണ്. ഗിരീഷ് ഇപ്പം എന്നോട് കണ്ടപ്പോൾ ആദ്യം പറഞ്ഞത് ആ ദൗത്യം ഞാൻ ഏറ്റെടുത്തു, മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളതാണ്. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നന്ദി.